യൂണിറ്റ് 4 ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് അതിലെ ആക്ടിവിറ്റീസ് ആണെന്ന് നോക്കുന്നത്. അതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി മാച്ച് ദ ഫോളോയിങ്. ഡ്രോ ലൈൻസ് ടു മാച്ച് ദ ക്യാരക്ടേഴ്സ് വിത്ത് ദെയർ ആക്ഷൻസ് ഫ്രം ദ സ്റ്റോറി. ഈ സ്റ്റോറിയിലെ കുറച്ച് ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ കുറച്ച് ആക്ഷൻസും ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ക്യാരക്ടറും ചെയ്ത ആക്ഷൻസ് ഏതാന്ന് കണ്ടെത്തിയിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പറഞ്ഞിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഓൾഡ് വുമൺ ഉണ്ട്, ഓൾഡ് ഫാർമർ ഉണ്ട്, യങ് ലേഡി, ട്രാവലർ. ആക്ഷൻസ് എന്തൊക്കെയാണ്? ആഡഡ് ക്യാരറ്റ്സ്, പുട്ട് എ സ്റ്റോൺ ഇൻ ടു ദ പോട്ട്, ബ്രോഡ് ചിക്കൻ, പുട്ട് ദ പോട്ട് ഓൺ ദ ഫയർ. ഓൾഡ് വുമൺ ചെയ്ത ആക്ഷൻ ഏതാണ്? പുട്ട് ദ പോട്ട് ഓൺ ദ ഫയർ ആണ് അല്ലെ. അടുത്തത് ഓൾഡ് ഫാമർ ആണ്. ഓൾഡ് ഫാമർ ചെയ്ത ആക്ഷൻ ഏതാണ്? ബ്രോഡ് ചിക്കൻ. അടുത്തത് യങ് ലേഡി ആണ്. യങ് ലേഡി ചെയ്ത ആക്ഷൻ ആഡഡ് ക്യാരറ്റ്സ് ആണ് അല്ലെ. അടുത്തത് ട്രാവലർ ആണ്. ട്രാവലർ എന്താ ചെയ്തത്? പുട്ട് എ സ്റ്റോൺ ഇൻ ടു ദ പോട്ട്. വരച്ച് യോജിപ്പിക്കുക കേട്ടോ. ഇത് ആക്ടിവിറ്റി 2. It is as tasty as you could ever imagine, the traveler said. സ്റ്റോറിയിലെ ട്രാവലർ പറയുന്നുണ്ട് അല്ലെ, ഇത് നിങ്ങൾക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്തത്ര രുചിയുള്ളതാണ് എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. അതാണ് കേട്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റീഡ് ദ എക്സ്പ്രഷൻ അണ്ടർലൈൻഡ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് യൂസിംഗ് ദ കറക്റ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ്. അണ്ടർലൈൻ ചെയ്ത പ്രയോഗം വായിച്ചിട്ട് ബോക്സിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ചേർത്തിട്ട് താഴെ തന്നിരിക്കുന്ന സെന്റൻസസ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ക്ലിയർ, സ്ലോ, ബിസി, ടോൾ, കോൾഡ്. ദ മാൻ ഇൻ ദ സർക്കസ് ഈസ് ആസ് ഡാഷ് ആസ് എ ജിറാഫ് എന്നാണ് കേട്ടോ. അപ്പൊ എന്തായിരിക്കും ഇതിൽ ഏത് വേർഡാണ് മോസ്റ്റ് സ്യൂട്ടബിൾ? ടോൾ ആണ് അല്ലെ. അതായത് സർക്കസിലെ മനുഷ്യൻ എന്താണ്? ജിറാഫിന്റെ അത്ര ഉയരം കൂടിയതാണ് എന്നാണ് അല്ലെ. ഈസ് ആസ് ടോൾ ആസ് എ ജിറാഫ്. ദ ടീച്ചർ ഈസ് ആസ് ഡാഷ് ആസ് എ ബി. തേനീച്ചർ അത്ര ടീച്ചർ ബിസി ആണ് എന്നാണ് അല്ലെ. അപ്പൊ ദ ടീച്ചർ ഈസ് ആസ് ബിസി ആസ് എ ബി. ദ വാട്ടർ ഫ്രം ദ വാട്ടർഫോൾ ഈസ് ആസ് ഡാഷ് ആസ് ക്രിസ്റ്റൽ. വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം ക്രിസ്റ്റലിന്റെ അത്ര ക്ലിയർ ആണ് എന്നാണ് അല്ലെ. അതായത് സ്ഫടികത്തിന്റെ അത്ര ക്ലിയർ ആണെന്നല്ലേ വരിക. ദ വാട്ടർ ഫ്രം ദ വാട്ടർഫോൾ ഈസ് ആസ് ക്ലിയർ ആസ് ക്രിസ്റ്റൽ. ദ കേക്ക് ഈസ് ആസ് ഡാഷ് ആസ് ഐസ്. കോൾഡ് എന്നാ വരിക അല്ലെ. ദ കേക്ക് ഈസ് ആസ് കോൾഡ് ആസ് ഐസ്. ദ ടോർട്ടോയിസ് ഈസ് ആസ് ഡാഷ് ആസ് എ സ്നേൽ. ആമ ഒച്ചിന്റെ അത്ര പതുക്കെയാണ് എന്നാണ് അല്ലെ. ദ ടോർട്ടോയിസ് ഈസ് ആസ് സ്ലോ ആസ് എ സ്നേൽ. ആക്ടിവിറ്റി 3. Read the following passage. Rewrite the passage using other words from the textbook for the underlined ones. ചുവടെ തന്നിരിക്കുന്ന ഖണ്ഡിക വായിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഈ അണ്ടർലൈൻ ചെയ്ത വാക്കുകളിന് പകരമായിട്ട് ഈ സ്റ്റോറിയിൽ ഉപയോഗിച്ച വേറെ വാക്കുകൾ വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. One day a traveler arrived at a village. He was very tired after the long journey. He made stone soup with the help of an old woman and the villagers. The soup was delicious. They enjoyed the soup. One of the villagers asked the traveler for such a stone. Then the traveler said that it is just a normal stone. അപ്പോൾ ഏതൊക്കെയാണ് അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് നോക്കാം. One day a traveler arrived at a village എന്നാണ് അല്ലെ. അതായത് അറൈവ്ഡ് എന്നാണ്. അറൈവ്ഡ് എന്നതിന് പകരമായിട്ട് സ്റ്റോറിയിൽ യൂസ് ചെയ്ത വേറെ വേർഡ് എന്താണ്? റീച്ച്ഡ് ആണ് അല്ലെ. അപ്പൊ റീച്ച്ഡ് എന്നാക്കിയിട്ട് എഴുതുക കേട്ടോ. One day a traveler reached at a village. He was very tired after the long journey എന്നാണ്. വളരെ ക്ഷീണിതനായി എന്നതിന് പകരമായിട്ട് ഇവിടെ യൂസ് ചെയ്ത വേർഡ് ഏതാണ്? എക്സോസ്റ്റഡ് എന്നാണ് കേട്ടോ. He was exhausted after the long journey. He made stone soup with the help of an old woman and the villagers. The soup was delicious എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ delicious എന്ന വാക്കിന് പകരമായിട്ട് യൂസ് ചെയ്ത വേറൊരു വേർഡ് ഏതാണ്? ടേസ്റ്റി എന്നാണ് അല്ലെ. വളരെ സ്വാദിഷ്ടമായ. സൂപ്പ് വളരെ സ്വാദിഷ്ടമായിരുന്നു എന്നാണ് അല്ലെ. The soup was tasty. They enjoyed the soup. One of the villagers asked the traveler for such a stone. Then the traveler said that it is just a normal stone. Normal എന്നുള്ളതിന് ഇവിടെ പകരമായിട്ട് യൂസ് ചെയ്ത വാക്ക് ഏതാണ്? ഓർഡിനറി എന്നാണ് അല്ലെ. അതായത് സാധാരണ കല്ല് എന്നാണ് അല്ലെ. Then the traveler said that it is just an ordinary stone. Activity 4. It smells good, it tastes good. It smells good and tastes good. Here and is a joining word. Combine the following sentences using and. രണ്ട് സെന്റൻസസ് കൊടുത്തിട്ടുണ്ടല്ലേ. എന്താണ്? ഇറ്റ് സ്മെൽസ് ഗുഡ് എന്നും ഇറ്റ് ടേസ്റ്റ് ഗുഡ് എന്നും രണ്ട് സെന്റൻസസ് നമ്മൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് ആൻഡ് എന്ന് പറയുന്നത്. ഒരു ജോയിനിങ് വേർഡ് ആണ് കേട്ടോ. അപ്പൊ അതെങ്ങനെയാ ജോയിൻ ചെയ്ത ഈ 2 സെന്റൻസസ്? ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ് എന്നാക്കി അല്ലേ. അപ്പൊ ഇതുപോലെ ആൻഡ് ഉപയോഗിച്ചിട്ട് ചുവടെയുള്ള വാക്യങ്ങൾ ചേർത്ത് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഒന്ന് നോക്കാം. I will get some carrots from my garden. അപ്പൊ നമുക്കത് എങ്ങനെയാ യോജിപ്പിക്കാൻ പറ്റുക? I will go and get some carrots from my garden.
എന്നാക്കി എഴുതുക കേട്ടോ. എ യങ് ട്രാവലർ ഹാഡ് ബീൻ വാക്കിംഗ് ഓൾ ദ ഡേ. ഹി റീച്ച് എ സ്മോൾ വില്ലേജ്. ആൻഡ് വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് സെന്റൻസസ് എങ്ങനെയാണ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുക? A young traveler had been walking all the day and reached a small village. The soup is delicious. The soup is fulfilling. അപ്പൊ എങ്ങനെയാ ജോയിൻ ചെയ്യാൻ പറ്റുക? The soup is delicious and fulfilling. അടുത്തത് he drank the soup. He continued his journey. അപ്പൊ എന്താ വരിക? He drank the soup and continued his journey. Last one, he was very hungry. He was exhausted. അപ്പൊ എങ്ങനെയാ വരിക? He was very hungry and exhausted. Activity 5, read and enjoy. Read the story of Hannah's fun summer adventure with cherries. ചെറി ഉപയോഗിച്ചുകൊണ്ടുള്ള ഹന്നയുടെ വേനൽക്കാല സാഹസ കഥ വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്കിവിടെ സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റോറിയിലൊക്കെ കുറച്ച് പിക്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ പിക്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ അതാ വേർഡ് നിങ്ങൾ വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. One summer day, Hannah was playing in her room. Her father came home with a car full of എന്താ അത് cherries ആണ് അല്ലെ. ഇപ്പൊ cherries എന്ന് എഴുതാ കേട്ടോ. Hannah's parents took the cherries out of the car and put them in the എവിടെയാ വെച്ചിരിക്കുന്നത്? Put them in the refrigerator. Hannah decided to build a big എന്താ അത് house ആണ് അല്ലെ. House by putting the cherries together on the floor. Then she took two cherries ആണ് അല്ലെ and made എന്താണ് ഉണ്ടാക്കിയത്? Earrings for herself. She saw a flower vase by the window. She brought the cherries and hung them on its leaves. Flower vase ആണ് അല്ലെ. The flower vase was so beautiful that Hannah brought a എന്താ അത്? ക്യാമറയാണ് അല്ലെ. Camera to take a photo. Hannah distributed the cherries to all her neighbors. The neighbors gifted different എന്താ fruits ആണ് അല്ലെ. Gifted different fruits to Hannah. Now Hannah's refrigerator was full of different delicious fruits. Activity 6, I have chicken, said an old farmer. Now look at the pictures below. അതിലെ ഓൾഡ് ഫാമർ പറയുന്നുണ്ട് അല്ലേ, എനിക്ക് ചിക്കൻ ഉണ്ട് എന്നുള്ളത്. ഇവിടുത്തെ എന്തൊക്കെയാ പിക്ചേഴ്സ് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഹാസും ഹാവും വെച്ചിട്ടുള്ള കുറച്ച് സെന്റൻസസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എവിടേക്കാണ് ഹാവ് യൂസ് ചെയ്യുക, എവിടേക്കാണ് ഹാസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം. I am Nita. I have a tricycle. അപ്പൊ ഐ എന്ന് വെച്ച് വരുന്ന സമയത്തൊക്കെ ഹാവ് ആണ് വരിക അല്ലെ. ഞാൻ നിതയാണ്, എനിക്ക് ഒരു ട്രൈസൈക്കിൾ ഉണ്ട് എന്നാണ് കേട്ടോ. അടുത്തത് ദിസ് ഈസ് മൈ ഫ്രണ്ട് മിയ, ഷി ഹാസ് എ പപ്പി. വേറൊരാൾ പറയുകയാണ് അല്ലെ, എന്താണ് ഇത് എന്റെ ഫ്രണ്ട് മിയയാണ്, അവൾക്കൊരു പപ്പി ഉണ്ട് എന്നുള്ളതിന് എന്താ ഹാസ് ആണ് വരിക. ഷി ഹാസ് എ പപ്പി. അടുത്തത് നോക്കൂ, ദിസ് ഈസ് പാൽ, ഹി ഹാസ് എ ക്യാമറ. ഇത് പാലാണ്, അവന് ഒരു ക്യാമറ ഉണ്ട് എന്നാണ് കേട്ടോ. അപ്പൊ ഹി ഹാസ് എന്നാണ് വരിക. ഹി ഹാസ് എ ക്യാമറ. രണ്ട് കുട്ടികൾ ചേർന്ന് പറയാണ് വി ആർ ഫ്രണ്ട്സ്, വി ഹാവ് ഫ്ലവേഴ്സ്. ഞങ്ങൾ കൂട്ടുകാരാണ്, ഞങ്ങൾക്ക് പൂക്കൾ ഉണ്ട് എന്നാണ് അല്ലെ. അപ്പൊ വി വെച്ച് വരുന്ന സമയത്ത് ഹാവ് ആണ് വരിക. ദേ ആർ കസിൻസ്, ദേ ഹാവ് ബുക്സ് ഇൻ ദെയർ ഹാൻഡ്സ്. ആണ് അവര് കസിൻസ് ആണ്, അവരുടെ കയ്യില് ബുക്സുകൾ ഉണ്ട്. അപ്പൊ ദേ എന്ന് വെച്ച് വരുന്ന സമയത്ത് ഹാവ് ആണ്. നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് വിത്ത് ഹാവ് ഓർ ഹാസ്. ഇവിടെ തന്നിരിക്കുന്ന പാസേജ് ഹാവും ഹാസും വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. I dash so much fun eating yummy fruits and colorful vegetables every day. അപ്പൊ എന്താ വരിക? I have so much fun eating yummy fruits and colorful vegetables every day. We dash to play active games to make our bodies strong. എന്താ വരിക? We have to play active games to make our bodies strong. My friend Mia dash a superpower because she drinks lots of water. എന്താ വരിക? My friend Mia has a superpower because she drinks lots of water. My brother Paul dash a good habit of going to bed early. അപ്പൊ എന്താ വരിക? My brother Paul has a good habit of going to bed early. They dash found that these healthy choices make us feel great and strong. They have found that these healthy choices make us feel great and strong. അങ്ങനെ എഴുതിയിട്ട് ഈ പാസേജ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. Activity 8, let's make a cake. Do you know how to make a cake? Here are the steps to make a cake. Observe the pictures and write the steps in correct order to make a delicious cake. നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയോ എന്ന് ചോദിച്ചിരിക്കുകയാണ് അല്ലെ. കേക്ക് ഉണ്ടാക്കാനുള്ള കുറച്ച് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. പിക്ചേഴ്സ് നേരവണ്ണം നിരീക്ഷിച്ചിട്ട് രുചികരമായ കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് സ്റ്റെപ്പുകൾ കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. ടേക്ക് 3 cups of flour, 3 eggs, sugar, milk and half cup of butter. Decorate the cake, pour out the duff, add sugar, milk and butter to the mixture. Bake the cake in the oven, add eggs, mix the flour. അപ്പൊ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ വരിക? ടേക്ക് 3 cups of flour, 3 eggs, sugar, milk and half cup of butter. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ വരിക?
മിക്സ് ദ ഫ്ലോർ ആണ് അല്ലെ. അത് കഴിഞ്ഞാല് ആഡ് എഗ്സ്. നെക്സ്റ്റ് ആഡ് ഷുഗർ, മിൽക്ക് ആൻഡ് ബട്ടർ ടു ദ മിക്സ്ചർ. Then pour out the dough. അടുത്തത് bake the cake in the oven. Then last step, decorate the cake. Activity 9, unscramble the letters to find the words from the story. അക്ഷരങ്ങള് ക്രമീകരിച്ചിട്ട് കഥയിൽ നിന്നുള്ള വാക്കുകൾ കണ്ടെത്താനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കാം നമുക്ക്. ഏതാണ്? സ്മോൾ ആണ് കേട്ടോ, SMALL. അടുത്തത് കോട്ടേജ് ആണ്, COTTAGE. നെക്സ്റ്റ് നത്തിങ് ആണ് കേട്ടോ, NOTHING. അടുത്തത് ട്യൂൺ, TUNE. അടുത്തത് ഹമ്മഡ്, HUMMED. അടുത്തത് ഡിലീഷ്യസ് ആണ്, DELICIOUS. അടുത്തത് ഒണിയൻ, ONION. അടുത്തത് യങ്, YOUNG. അടുത്തത് പോക്കറ്റ്, POCKET. Select the letters found in the red boxes and write them in the box given below. ഇവിടെയൊക്കെ നമുക്ക് ഓരോ വേർഡ്സിലും റെഡ് ബോക്സിൽ ഓരോ ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ. ആ ലെറ്റേഴ്സ് എല്ലാം എടുത്തിട്ട് ഇവിടെ ഒരു വേർഡ് ഇവിടെ തന്നിരിക്കുന്ന ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വേർഡിലുള്ള റെഡ് ബോക്സിലുള്ള ലെറ്റർ ഏതാ? എസ് ആണ്. അപ്പൊ എസ് എന്ന് എഴുതാ. അടുത്തത് ടി ആണ്, ടി എന്ന് എഴുതാ. അടുത്തത് O, അടുത്തത് N, അടുത്തത് E, അടുത്തത് S, നെക്സ്റ്റ് O, പിന്നെ UP. എന്താ അത്? സ്റ്റോൺ സൂപ്പ് ആണ് അല്ലെ. അങ്ങനെ എഴുതുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി നോക്കാം കേട്ടോ. ഓക്കെ.